ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഹെൽത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ ഹെൽത്തിന്റെ ടോപ്പിക്കില് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ഹെൽത്ത് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ നമ്മൾ എടുത്ത് അത്രയും ബ്രീഫ് ചെയ്ത് പറയാം. എന്താണ് ഹെൽത്ത് എന്നുള്ളതിന് ഓൾറെഡി നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. സോഷ്യലി, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അതിന്റെ പോസിറ്റീവ് വൈബിന്റെ മാക്സിമം ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ വൈകാരികമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും മാക്സിമം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ ശരീരമായിട്ടും മനസ്സുമായിട്ടൊക്കെ പരസ്പരം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിന് സുഖമില്ലെങ്കിൽ പോലും, അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വഴക്ക് കൂടി അല്ലെങ്കിൽ നമുക്ക് വിഷമമുള്ള ഒരു കാര്യം സംഭവിച്ചു, അപ്പോഴൊക്കെ നമ്മൾ മെന്റലി ഡൗൺ ആകും. ഈ സമയത്തൊക്കെ നമ്മൾ എന്തു പറയും? എന്റെ മനസ്സിന് ഒരു സുഖമില്ല അല്ലെങ്കിൽ ശരീരത്തിന് സുഖമില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. എന്റെ കൈയും കാലും അനങ്ങുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ഇതിന് പറയാറുള്ള ടേംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണെങ്കിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അന്നത്തെ ദിവസം. പ്രത്യേകിച്ച് വീട്ടമ്മമാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് ഭയങ്കര വിഷമമുള്ള ദിവസം വീട്ടിലെ ജോലികളോടൊന്നും നമുക്ക് വലിയ താല്പര്യം കാണില്ല. അതേസമയം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ഹോബീസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓടി നടന്ന് ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ പെർഫോം ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഹെൽത്ത്, ഒരു പോസിറ്റിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇനി ഹെൽത്തിന്റെ കോൺസെപ്റ്റ് എന്താന്നുള്ളതാണ് പറയുന്നത്. അത് ഓൾറെഡി ഞാനിപ്പോ ഡിഫൈൻ ചെയ്ത വാക്ക് തന്നെയാണ് പറയുന്നത്. ജനറലി ദ വേർഡ് ഹെൽത്ത് ഈസ് യൂസ്ഡ് ഇൻ റിലേഷൻ ടു അവർ ബോഡി ആസ് ലോങ് as the various parts of our body function smoothly and remain attuned to their surrounding condition, the body is termed as health. നമ്മളുടെ ഹെൽത്തിനെ നമ്മളുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത് ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് നമ്മളുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷനും സ്മൂത്ത് ആയിട്ട് നടക്കുമ്പോൾ നമ്മളുടെ ശരീരം അതിന്റെ മറ്റ് സാഹചര്യങ്ങളായിട്ട് ചേർന്ന് എന്താ പറയുന്നത്, സ്മൂത്ത് കണ്ടീഷനിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സിറ്റുവേഷനെയാണ് ഹെൽത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ നമ്മൾ ഒരു കുട്ടി, പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് അധ്യാപികമാരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് ദ പോസിറ്റീവ് ഹെൽത്ത് ഇംപ്ലൈസ് ദി നോഷൻ ഓഫ് പെർഫെക്റ്റ് ഫങ്ഷനിങ് ഓഫ് ദി ബോഡി ആൻഡ് മൈൻഡ് ഇൻ ദി സോഷ്യൽ എൻവയോൺമെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒറ്റ വാക്ക് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. നമ്മളുടെ സോഷ്യൽ എൻവയോൺമെന്റില് നമ്മളുടെ ബോഡിയും മൈൻഡും പെർഫെക്റ്റ് ഫങ്ഷനിങ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ഹെൽത്ത് ആണെന്ന് പറയാം. In such a state, biologically every cell and organ of body is functioning at optimum capacity and in perfect harmony. Psychologically, the individual feels a sense of well-being and socially her capacities for participation in social system are optimal. ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ ശരീരവും മനസ്സൊക്കെ നല്ല പോസിറ്റീവ് വൈബിലായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഓരോ സെല്ലും അല്ലെങ്കിൽ ഓരോ ഓർഗനും എന്ത് ചെയ്യുന്നു? അതിന്റെ മാക്സിമം ലെവലിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒപ്റ്റിമം കപ്പാസിറ്റി എത്രത്തോളം ആണോ അതിന്റെ എഫിഷ്യൻസി, ആ മാക്സിമം എഫിഷ്യൻസി നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ സൈക്കോളജിക്കൽ പരമായിട്ടാണെങ്കിലും നമ്മൾ അതിന്റെ ഏറ്റവും നല്ല മൂർധന്യാവസ്ഥയിലായിരിക്കും. ഇനി കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഹെൽത്ത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈസ് ഹാപ്പി ആൻഡ് അലേർട്ട് ടു ദി പീപ്പിൾ ആൻഡ് തിങ്സ് ഇൻ ദി എൻവയോൺമെന്റ്. അവർ ഹാപ്പി ആയിരിക്കും, അതേപോലെ അവരുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ അവർ ബോധവാന്മാരായിരിക്കും. ദെൻ ഹാസ് അബണ്ടൻസ് ഓഫ് എനർജി ആൻഡ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്ലി ആക്റ്റീവ്. നല്ല എനർജി ലെവൽ ഉണ്ടായിരിക്കും കുട്ടികൾക്ക്, അതേപോലെ നല്ല ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അവരുടെ വളർച്ച അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നത്, വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നോർമൽ റേറ്റിലായിരിക്കും. അതേപോലെ ശരീരത്തിന്റെ വെയിറ്റും ഹൈറ്റും ഗെയിൻ ചെയ്യുന്നത് ഒരു നോർമൽ വളർച്ച, കുട്ടികൾക്ക് അതാത് സമയത്ത് വേണ്ട നോർമൽ വളർച്ചയിൽ മുന്നോട്ട് പോകും. നല്ല വിശപ്പും ദാഹവും അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരിക്കും. നല്ല ക്ലിയർ ഐസ് ഉണ്ടായിരിക്കും. അതേപോലെ അവർക്ക് നല്ല ഹെയർ, ഷൈനി hair which is springy in texture, has a film abundance which is not enlarged. ആവശ്യത്തിന് എന്താ പറയുന്ന അബ്ഡോമിൻ, നല്ല ചെറിയ വയറൊക്കെ ആയിട്ട് എന്താ പറയുന്നത് ആ ഒരു പെർഫെക്റ്റ് ലുക്ക്, അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്, ഞാൻ ഉദ്ദേശിച്ച ഭംഗിയിലല്ല, ശരീര വടിവെന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ടൈപ്പ് മക്കളാണെങ്കിൽ എന്ത് പറയാം? അവര് ഭയങ്കര ഹെൽത്തി ആയിരിക്കില്ല, അവരെങ്കിൽ ഫിസിക്കലി അവർ ഫിറ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. എൻജോയ്സ് റിസീവിങ് ആൻഡ് ഗിവിങ് അഫെക്ഷൻ. അവർക്ക് കൊടുക്കൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലോ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം അവർ സപ്പോർട്ട് ചെയ്ത് പോകുന്ന മക്കളായിരിക്കും. അതേപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ചെയ്യും.
പിന്നെ അസുഖങ്ങൾ വരുന്നതും അങ്ങനെയുള്ള മക്കൾക്ക് കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾ ഹെൽത്തി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമ്മൾ അളവുകോൽ എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്തൊക്കെയാണ് അതിന്റെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഒന്ന്, അതിന്റെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, കോൺജനീറ്റൽ ഓർ ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. അതായത് നമ്മൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറയാറുണ്ട്, ഗർഭസ്ഥ ശിശു അമ്മയിലായിരിക്കുന്ന 9 മാസം അമ്മ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അമ്മ കടന്നു പോകുന്ന മാനസികാവസ്ഥയിലൊക്കെ ഈ കുട്ടിക്കും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, അമ്മയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അമ്മ സന്തോഷവതി അല്ല എന്നുണ്ടെങ്കിൽ ജനിച്ച കുട്ടി പുറത്തു വരുമ്പോൾ ആ കുട്ടിക്കും സ്വാഭാവികമായിട്ടും മാനസികമായ വിഷമങ്ങളും തളർച്ചകളും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ആ ഒരു സ്റ്റേജ് കടന്നു പോകുന്നതിനെയാണ് നമ്മൾ കോൺജെനിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന അളവുകളാണ്, അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ പാരന്റ്സിന്റെ പോലെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോലെ സ്ട്രക്ചർ, ഹെയർ ടൈപ്പ് ഉണ്ടായിരിക്കാം, ഫേസ് ഉണ്ടായിരിക്കാം, ഐസ്, നോസ്. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ചിലവർ പറയില്ലേ ശരിക്കും ഇന്ന ആളുടെ പോലെ തന്നെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുന്നത് ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമുക്ക് പകർന്നു കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, പകർച്ചവ്യാധികൾ. അപ്പോൾ ആ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ്, വാട്ടർ, എയർ ഇതെല്ലാം മലിനമാകുന്നതിലൂടെ നമുക്ക് എന്ത് വരാം, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും നമ്മളുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഹോം, നമ്മളുടെ ആയിരിക്കുന്ന ഭവനം. ഒരു 4 കല്ല് കൂട്ടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടിക ചുമര്, അല്ലെ എന്താ പറയുന്നത്, 4 ചുവരുകളിൽ നിന്ന് കൂട്ടി വിളിക്കുന്നതല്ല ഹോം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. വീട് എപ്പോഴാ ഒരു എന്താ പറയുന്നത് ജീവനുള്ളതാവുന്നത്, അതിനകത്തുള്ള ആൾക്കാര് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുമ്പോഴാണ് ഹോം എപ്പോഴും ജീവനുള്ളതായിട്ട് മാറുന്നത്. ഹോം ഈസ് ദി സെന്റർ ഓഫ് ദി ഫാമിലീസ് health, living practices, mutual interactions, food and sanitation, all influences health of children in one way or another. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ലിവിങ് പ്രാക്ടീസ്, മ്യൂച്വൽ ഇന്ററാക്ഷൻസ്, പരസ്പരമുള്ള ഇന്ററാക്ഷൻസ്, അതേപോലെ ഭക്ഷണം, ശുചിത്വം, ഇതെല്ലാം ഒരു വീട്ടിലെ കുട്ടികളുടെ ശുചിത്വത്തെ അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ വീട് വലുതാണോ ചെറുതാണോ എന്നൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്, ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികള് ഹെൽത്തി ആണോ എന്നാണ്, അവര് സേഫ് ആണോ, കൺവീനിയന്റ് ആണോ, കംഫർട്ടബിൾ ആണോ, അങ്ങനെ അവര് താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യോഗ്യമായ സ്ഥലത്താണോ അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഹെൽത്തി ആയിരിക്കും. അതേപോലെ ഉറപ്പുവരുത്തേണ്ടതാണ് ഹോം ഈസ് ദി സെന്റർ ഓഫ് ന്യൂട്രീഷൻ. ഏറ്റവും കൂടുതൽ നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത് നമ്മളുടെ വീടുകളിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണം അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇനി അടുത്തത് നെയ്ബർഹുഡ്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുമുള്ള എന്താ പറയുന്നത് നമ്മളുടെ നെയ്ബർഹുഡ്, ചുറ്റുപാട് വരുന്ന അയൽപക്കം മാത്രമല്ല, ഇതുമായിട്ട് നമ്മളുടെ വീടിനോട് ചേർന്ന് വരുന്ന ബാക്കി സ്ഥലങ്ങളെല്ലാം നമ്മളുടെ നെയ്ബർഹുഡിൽ തന്നെ വരും. അപ്പൊ ഇതും എങ്ങനെയുള്ളതായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഫ്രീ ഓഫ് നോയിസ് ആയിരിക്കണം, എയറി ആയിരിക്കണം, വാട്ടർ, നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്ന ടൈപ്പ് ഏരിയ ഒക്കെ ആണെങ്കിൽ, മറ്റു പൊല്യൂഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നെയ്ബർഹുഡും ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി നമ്മുടെ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നതിന്റെ എക്സാമ്പിൾ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇനി നമ്മളുടെ സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാറ്റിസ്ഫാക്ടറി ആൻഡ് കംഫർട്ടബിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കുട്ടികൾക്ക് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടായിരിക്കണം, സാറ്റിസ്ഫാക്ടറി ആൻഡ് കംഫർട്ടബിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ലൈറ്റനിങ്, സേഫ് വാട്ടർ സപ്ലൈ, adequate toilet facilities for both boys and girls, hygienic disposal of waste, use of insecticides and rodent control, cleaning and timely maintenance of building. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റ് ശുചിത്വമാണ് അല്ലെങ്കിൽ ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അവർക്ക് കൃത്യമായ വെന്റിലേഷൻ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരിക്കണം, ലൈറ്റനിങ് ഉണ്ടായിരിക്കണം,
സൂര്യപ്രകാശം കിട്ടുന്ന പോലെ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ്ങിന് ഉള്ള വെള്ളവും അതേപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ ക്ലാസ് റൂമുകൾ എന്താ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻസും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു റെഗുലർ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റ് പ്രോപ്പർ ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റും. ഇനി സ്കൂളുകളിൽ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെയാണ് സ്കൂൾ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത്. ഈ സ്കൂൾ ഹെൽത്ത് സർവീസിൽ അവിടെ പ്രധാനമായിട്ടും അവർ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത് കൊടുത്തിരിക്കുന്ന ഈ 5-6 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, കുട്ടികളുടെ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കണം. അതേപോലെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു മെഡിക്കൽ റിപ്പോർട്ട് സ്കൂളുകളിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ചെറിയ മക്കളുടെ കാര്യത്തിൽ. വലുതാകും തോറും നമുക്ക് അതിനകത്ത് വേരിയേഷൻ വരും. പക്ഷെ ചെറിയ മക്കളുടെ കാര്യത്തിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇമ്മ്യൂണൈസേഷൻസ്. പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് കുട്ടികൾക്ക് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ എമർജൻസി മെഡിക്കൽ കെയർ. ആവശ്യഘട്ടങ്ങളിൽ വരുന്ന മെഡിക്കൽ കെയർ സൗകര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ദെൻ കൺസൾട്ടേഷൻ ഓൺ പേഴ്സണൽ പ്രോബ്ലംസ്. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഭയങ്കര നിർബന്ധമാണ് CBSE സ്കൂളുകളിൽ ഒരു എന്താ പറയുക, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൗൺസിലറിന്റെ എപ്പോഴും വേക്കൻസി ഉണ്ടായിരിക്കും. കാരണം അവര് സ്കൂളുകളിൽ ഉണ്ടാവുകയും മക്കൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുകയും വേണം. അതേപോലെ സ്റ്റുഡൻസിനും പാരന്റ്സിനൊക്കെ ഹെൽത്ത് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അസുഖമില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ചുറ്റുപാടിലും ഹെൽത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൗൺസിലർ എപ്പോഴും സ്കൂളുകളിലുള്ളത് നല്ലതാണ്. ദെൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഓഫ് റെമഡിയബിൾ ഡിഫക്ട്സ്. നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ കറക്ഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ദെൻ ന്യൂട്രീഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഭക്ഷണത്തിന് ന്യൂട്രീഷൻ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത് റെക്കോർഡ്. ഓൾറെഡി പറഞ്ഞു, ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്ന് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഹെൽത്ത് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് ഗുഡ് ഹെൽത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഫിസിക്കലി, മെന്റലി, സോഷ്യലി ഒക്കെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ ആയിരിക്കുമ്പോഴാണ് ഒരാൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ഇന്ററാക്റ്റീവ് നേച്ചർ ഓഫ് ദി വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്. Just think the influence of condition like blindness on physical capabilities of child and the repercussions with regard to her mental and social well-being. അപ്പൊ ഇതിൽ പറയുന്നത്, ഞാൻ ഇതിനകത്ത് അവർ ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളൊരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എപ്പോഴും സ്വയമായിട്ട് എഴുതാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് പറയാം, എപ്പോഴും മക്കള് ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് അവരുടെ വളർച്ച കാലഘട്ടം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത്. A child suffering from prolonged illness may have low stamina and may tire easily, find herself unable to concentrate on any task including her studies, become short-tempered and irritable and so on. നമുക്കറിയാം, എപ്പോഴും അസുഖം വരുന്ന കുട്ടികളാണെങ്കിലും സ്വാഭാവികമായിട്ടും അവരുടെ സ്റ്റാമിന കുറയും, അവരുടെ കപ്പാസിറ്റി കുറയും, അവർ പെട്ടെന്ന് ക്ഷീണിക്കും, അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്ക് പഠനത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് മികച്ച പെർഫോമൻസ് ഒക്കെ കാണിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതെല്ലാം അവരുടെ ആ ഡെവലപ്മെന്റിനെ പുറകോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. The poor health status of a child is likely to cause listlessness and negatively influence her ability to learn and her responsiveness. A sick and malnutritioned child may be delayed in reaching her developmental milestones. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു അസുഖം എപ്പോഴും വരുന്ന അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടാതെ വരുന്ന കണ്ടീഷൻസിൽ, സ്റ്റേജസിൽ എന്ത് പറ്റുന്നു, ആ കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ കഴിവിന്റെ പരമാവധി പെർഫോം ചെയ്യാൻ പറ്റാതെ അവര് താഴോട്ട്, പുറകോട്ട്, പിന്നോട്ട് വലിക്കപ്പെടുന്നു. അപ്പൊ ഈ അവസ്ഥയിലൊക്കെ വരുന്നത് അവരുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കുന്നു. ഈ പാരഗ്രാഫ് ഞങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഉൾക്കൊണ്ട് നിങ്ങളുടേതായ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ എഴുതാനായിട്ട് വരുള്ളൂ. അപ്പൊ ഈ രീതിയിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. Maintaining good health during these critical periods is especially
significant as ill health at these junctures is particularly detrimental to the child's health. In addition, the harm done is likely to persist. Let's take the instance of ill health during pregnancy. ഇത് പ്രഗ്നൻസി സ്റ്റേജിൽ എന്താ പറ്റുന്നത്, അങ്ങനെ ഓരോന്നിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായാലോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ന്യൂട്രീഷന്റെ കുറവ് മൂലം, ഞാൻ ഓൾറെഡി പറഞ്ഞ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖങ്ങൾ, അപ്പൊ ഇതെല്ലാം അതിന്റെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരുന്ന അവസ്ഥ, ഇതും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നാൽ മാത്രമേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവുകയുള്ളൂ. അതേസമയം എപ്പോഴും കരഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവരുടെ വയറ്റിലുള്ള കുട്ടിക്ക് എന്ത് പറ്റുന്നു, ഭ്രൂണത്തിലായിരിക്കുമ്പോൾ മുതൽ ആ കുട്ടി എപ്പോഴും ഈ കരച്ചിലും വിഷമവും മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ആ മക്കളിലും അവരുടെ മുഖം തന്നെ ഭയങ്കര വിഷമിച്ചായിരിക്കും എപ്പോഴും കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളതും നമ്മളുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. This is very close link between maternal and child health. Already പറഞ്ഞു, ഗർഭാവസ്ഥ ശിശുവിനും അമ്മയ്ക്കും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. If the expectant mother contracts German measles, syphilis, gonorrhea, or any number of viral diseases, she may suffer a miscarriage or the result malformations and development defects into the child, causing the child to be blind, deaf, mentally retarded, and the early fetal stages of and like particularly if the disease was contracted during the embryonic and early fetal stages of parental development. അതായത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഒരു വൈറസിന്റെ അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുട്ടികൾക്ക് അത് അവരുടെ എന്തെങ്കിലും എന്താ പറയുന്ന അംഗവൈകല്യത്തിന് കാരണമാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ മരുന്നുകൾ എടുക്കുന്നതിന്റെ എഫക്ട് ഉണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അംഗവൈകല്യമോ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ആയി പോകാനോ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഗർഭസ്ഥാവസ്ഥയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് വരാനായിട്ട് ഉള്ള ചാൻസുകൾ. അമ്മ ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് മിസ്കാരേജ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം വരും, കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റു, സെല്ലുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചതവ് വന്നു, ഇങ്ങനത്തെ കാരണത്തിലൂടെയും മക്കൾക്ക് നല്ല ഹെൽത്ത്, ഗുഡ് ഹെൽത്ത് കിട്ടാതെ പോകുന്നതിനുള്ള കാരണങ്ങളുണ്ട്. The same may happen if the case of chronic conditions such as diabetes, illness, complication of pregnancy, nutritional deprivation, and acute emotional stress during pregnancy are likely to harm the child. അതേപോലെ തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ വെച്ച് ഡയബറ്റീസ് ഉണ്ടാവുക, അതേപോലെ അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അത് മക്കൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും. May studies relate mental stress during pregnancy. അതേപോലെ തന്നെയാണ് മാനസികമായിട്ടും എന്ത് വരുന്നത്, മെന്റൽ സ്ട്രെസ് കൊടുത്താലും മക്കൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ഗുഡ് ഹെൽത്തിന് എതിരായിട്ട് വരുന്ന ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു ഫാക്ടറാണ് മക്കളുടെ ന്യൂട്രീഷൻ. ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആള് മാക്സിമം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ മക്കൾക്ക് അത് അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം അമ്മ കഴിക്കുന്നത് എന്താണോ അതാണ് മക്കൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വയറ്റിലായിരിക്കുന്ന കുഞ്ഞിന് വളരാനുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത് അമ്മയാണ്. അതേപോലെ ഈ ഗർഭസ്ഥാവസ്ഥയ്ക്ക് ശേഷം പ്രസവിച്ച് പുറത്ത് വന്നു കഴിഞ്ഞ കുഞ്ഞിന് അമ്മ ഹാപ്പി ആയിരുന്നാലും അതേപോലെ അമ്മ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പാലിലൂടെയും മുലപ്പാലിലൂടെ അമ്മയ്ക്ക് കൊച്ചിന് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ അമ്മ മാനസികമായി തയ്യാറെടുത്ത് അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി ഒക്കെ അതിന്റെ നല്ല പോസിറ്റീവ് വൈബിലായിരുന്ന അമ്മ നല്ല ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയെ ലഭിക്കുകയുള്ളൂ. അതിനുശേഷവും പ്രഗ്നൻസിയുടെ 10 മാസം കൊണ്ട് കഴിഞ്ഞില്ല, അതിനുശേഷം വരുന്ന അമ്മ ഒരു 2 വയസ്സ് വരെ, കുട്ടിക്ക് 2 വയസ്സാവുന്ന വരെ മുലയൂട്ടൽ തുടരുന്നു. അപ്പൊ ആ 2 വയസ്സ് പ്രായം വരെ പിന്നീടുള്ള 2 വർഷവും അമ്മ കുട്ടിക്ക് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് കുട്ടിക്ക് കൊടുക്കുന്ന പാലിലൂടെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും കിട്ടി കുട്ടി നല്ല ഗ്രോത്തും ഡെവലപ്മെന്റും നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മളുടെ ഹെൽത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം
അമ്മയിൽ നിന്ന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മുതൽ പുറത്തു വരുന്ന സ്റ്റേജ് വരെയുള്ള കാര്യം. ഇത് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇത് ഓൾറെഡി നമ്മളെല്ലാവരും തന്നെ അമ്മമാരാണ്. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടേതായ രീതിയിൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ കോൺസെപ്റ്റ് വെച്ചിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ കേട്ടോ. അവരെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് ഭയങ്കര ഡീറ്റെയിൽഡ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി നമുക്ക് അടുത്തത് വരുന്നതാണ് ന്യൂട്രീഷൻ. നമ്മള് എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് ന്യൂട്രീഷൻ. Nutrition is the term used for the scientific study of food and how it is utilized by the body. This study enables us to answer such as questions: how much and what should one eat to keep healthy? ഈ ന്യൂട്രീഷൻ എന്താണെന്ന് ഇന്നത്തെ അമ്മമാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും യൂട്യൂബിൽ കുറെ പേര് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. പക്ഷെ അതെങ്ങനെ ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാം, അപ്പോഴൊക്കെ നമ്മൾ കേട്ടു പരിചയമുള്ള വാക്കാണ് ഈ ന്യൂട്രീഷൻ. കുറെ പേര് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കഴിക്കാം എന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അതിൽ നിന്ന് നമ്മളുടെ ശരീരത്തിന് എന്താണോ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി ആണ് ഒരേ സമയത്തിന് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ് ശരീരത്തിന്റെ ഓരോ ഓർഗൻസിന്റെ ഫംഗ്ഷന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതാണ് ന്യൂട്രീഷനിലൂടെ. അല്ലെങ്കിൽ അതിന് പറയുന്ന നല്ലൊരു വാക്കാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളുടെ ഓരോ ഓർഗൻസും, അതായത് ഓരോ അവയവങ്ങൾക്കും ഓരോ ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. അപ്പൊ അതിന് വേണ്ട എനർജി, ഫാറ്റ്, മിനറൽസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം അടങ്ങിയ നല്ലൊരു ഭക്ഷണം, ബാലൻസ്ഡ് ഡയറ്റിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വേണം, എന്ത് വേണം, എന്തോരം വേണം, എങ്ങനെ കഴിക്കണം, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്, ന്യൂട്രീഷൻ. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കളുടെ കാര്യത്തില് ഹൗ മച്ച് ആൻഡ് വാട്ട് ഫുഡ് ഷുഡ് ബി കൺസ്യൂംഡ് ബൈ എ പ്രീ സ്കൂളർ ഓർ പ്രഗ്നന്റ് വുമൺ. ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമണോ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂൾ സ്റ്റുഡന്റ് എന്താണ് കഴിക്കേണ്ടതെന്നോ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നോ എന്തോരം കഴിക്കണം എന്നുള്ളതോ അത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ന്യൂട്രീഷൻ ഈസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ വിത്ത് ഫുഡ് സച്ച് as the major focus of interest. It deals with several other fact-related aspects as well as you would observe from the following definitions. ഇനി ന്യൂട്രീഷൻ എന്താണെന്നാണ് അടുത്ത ലൈനിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. Nutrition is the science of food, the nutrients and other substances therein, their action, interaction and balance in relationship to health and disease. The process by which the organism ingest, digest, absorb, transport and utilize nutrient and disposes of their end product. In addition, nutrition must be concerned with the social, economic, cultural and psychological implications of food and eating. ഇതാണ് ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ.